ഹായ് ഫ്രണ്ട്സ്, ഈ കാണുന്നത് കൊഞ്ചാണ്. ഇന്നത്തെ വീഡിയോ ഒരു കൊഞ്ച് റോസ്റ്റിൻ്റെ വീഡിയോ ആണ്. രാവിലെ കിട്ടിയപ്പോൾ തന്നെ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വിരവി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഒരു 3:30 ആയപ്പോഴാണ് പണി തുടങ്ങിയത്. ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസ് 4 സവാള. അതിനെ ഇങ്ങനെ കുഞ്ഞായിട്ട് കുനുകുനാന്ന് അരിഞ്ഞു വയ്ക്കുക. സവാളയെ കുനുകുനാന്ന് തന്നെ പറയുന്നത്. പിന്നെ കൊഞ്ചിങ്ങനെ ഒരു സ്റ്റെപ്പ് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുള്ളൂ. കാരണം അത് കുരുമുളകൊക്കെ ഇടുന്നത് കൊണ്ട് പച്ചമുളക് 2 മതി. 2 പച്ചമുളക്, പിന്നെ 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6-7 വെളുത്തുള്ളി. കൊഞ്ച് എത്രയാണോ അതിനനുസരിച്ച് നമ്മുടെ ഈ ഐറ്റങ്ങളും കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇതിപ്പോൾ എനിക്ക് കുറച്ച് കൊഞ്ചുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ ഒരുപാടല്ല, കുറച്ചുമല്ല കൂടുതലല്ല, കുറച്ചുണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ അതിനുശേഷം ഇതെല്ലാം കൂടെ ഞാൻ സാധാരണ പച്ചമുളക് അരിഞ്ഞാണ് ഇട്ടത്. ഇന്ന് വിചാരിച്ച് വേണ്ട, അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഇതായിട്ട് നീളത്തിൽ കിടക്കും. അതിനേക്കാളും മൊത്തത്തിൽ എല്ലാം കൂടെ മിക്സിയിലോട്ട് അടിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും കൊഞ്ചെല്ലാം നല്ല പൊരിഞ്ഞ് നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. സാധാരണ ഞാൻ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുക്കുന്നത്. പക്ഷേ ചില സാധനങ്ങൾ ഉണ്ടാകാനുണ്ടല്ലോ, ഇതുപോലത്തെ ഇരുമ്പ് ചട്ടിയിൽ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നോൺ സ്റ്റിക്കിൽ വയ്ക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഇരുമ്പ് ചട്ടി കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഇരുമ്പ് ചട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആദ്യം പൊരിച്ച എണ്ണ കുറച്ച് ഒഴിച്ച്, ഈ പൊരിച്ച് ബാക്കി വരില്ലേ, കൊഞ്ച് പൊരിച്ച് ബാക്കി വരില്ല, ആ എണ്ണയും കുറച്ച് ഒഴിച്ച്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച്, പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട്, സവാള ഒന്ന് ഗോൾഡൻ കളർ, ചെറിയ ഇളം ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും ഒരു തക്കാളി, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കുറച്ച് നേരം ഇങ്ങനെ വീണ്ടും ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അടച്ച് വെച്ച് കുറച്ച് വെന്ത് വരുമ്പോഴേക്കും 2 സ്പൂൺ മുളക് പൊടി, പിന്നെ പെരിഞ്ചീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് വഴട്ടിക്കൊണ്ടിരുന്നപ്പോൾ എന്തോ ഒന്നും ഇട്ടില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം മറന്നുപോയി. കണ്ണിൻ്റെ ഫ്രണ്ടിലിരിക്കുകയാണ് മല്ലിപ്പൊടി ഇട്ടില്ല. ഇതെല്ലാം ഇട്ടില്ലെങ്കിൽ മല്ലിപ്പൊടി ഇട്ടില്ലെങ്കിൽ കൊള്ളൂലല്ലോ. മല്ലിപ്പൊടിയുടെ കാര്യം മറന്നുപോയിരിക്കുകയായിരുന്നു. പിന്നെ ഇത് വഴട്ടി വന്നപ്പോഴാണ് മല്ലിപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചൂടുവെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടത്. പിന്നെ അതിനുശേഷം വീണ്ടും അതും കൂടെ ചേർത്ത് മിത്തത്തിലൊന്ന് വീണ്ടും നന്നായിട്ട് വഴറ്റി ശകലം കൂടെ വെള്ളം കൂടെ ചേർത്ത് ഈ മസാലയൊക്കെ നല്ല ചൂടായതിനു ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിനെ അതിലോട്ട് തട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തു. മല്ലിയിലയോ കറിവേപ്പില എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ ഇടാവുന്നതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഒന്നും ഇല്ലായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഇതിപ്പോൾ ഉണ്ടാക്കി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇത് മൊത്തത്തിലൊന്ന് ചൂട് കയറിയതിന് ശേഷം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് അപ്പോഴേക്കും ബാങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി നോമ്പൊക്കെ തുറന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ അപ്പത്തിന് അരിയാട്ടി വെച്ചില്ലേ, ആ അപ്പത്തിൻ്റെ മാവാണിത്. അപ്പവും കൊഞ്ച് റോസ്റ്റ് നല്ല ടേസ്റ്റായിരുന്നു. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.